നമസ്കാരം. ഫിഷിംഗ് ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷിയിടത്തിൻ്റെ പാർട്ട് 2 ആണ്. ആദ്യം നമ്മൾ പാർട്ട് 1 കാണിച്ചിരുന്നു. അതിൻ്റെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ പുറത്ത് നട്ടിരുന്നു. അതിൽ കുറച്ചൊക്കെ പിടിച്ച് കുറച്ചെല്ലാം പക്ഷികളെല്ലാം കുത്തിക്കൊണ്ട് പോവുകയും വിത്തൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് പിന്നെ നമ്മൾ ബാക്കി കുറച്ച് എല്ലാം വീടിനകത്ത് വെച്ചാണ് മുളപ്പിച്ചെടുത്ത് അത് നമ്മൾ നടാൻ പോവുകയാണ്. അന്ന് നമ്മൾ നട്ട ചീര, ക്യാബേജൊക്കെ ഇതൊക്കെയാണ് മര്യാദ പിടിച്ചു വന്നിരുന്നതാണ്. കിളികളൊക്കെ കുറച്ച് അതിൻ്റെ ഇലയൊക്കെ കൊത്തി തിന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ കാണുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ ഇതിനടുത്ത് നിൽക്കുന്ന ഇത് ബീൻസാണ്. അവിടെയൊക്കെ ബീൻസ് വെപ്പുണ്ട്. പയർ നമ്മൾ നട്ടിട്ട് അങ്ങനെ പിടിച്ചില്ല, പയറൊക്കെ പോയി. അപ്പോൾ നമ്മൾ അകത്ത് വെച്ച് വേറെ മുളപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ മുളയ്ക്കാൻ ഇച്ചിരി വൈകിയതിൻ്റെ കാരണം ഈ പുറത്ത് നമ്മൾ നട്ടപ്പോഴത്തേക്കും കാലാവസ്ഥ ഇച്ചിരി മോശമായിരുന്നു. നല്ല തണുപ്പും കണ്ടിന്യൂസ് ആയിട്ട് മഴയൊക്കെ ആയിരുന്നു. അതും കൊണ്ട് കൂടെയാണ് പിന്നെ നമ്മൾ അകത്ത് വെച്ച് മുളപ്പിക്കാന്ന് വെച്ചാൽ. ഏകദേശം 2-3 ആഴ്ചയൊക്കെ എടുത്ത് നമ്മൾ വീടിനകത്ത് നട്ട വിത്തുകളും മുളച്ചു വരാനായിട്ട്. അപ്പോൾ നമ്മളത് നടുന്നതിന് മുന്നേ ആ വിത്ത് പാകുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ട്രേസിലെല്ലാം കമ്പോസ്റ്റ് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കുറച്ച് വൻപയറാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് കിളുത്ത് വരും. അടുത്തത് നമ്മൾ സ്ട്രോബെറിയാണ് പാകാൻ പോകുന്നത്. ഇതിൽ കാണുന്ന ഈ വെള്ള തരുതര് പോലുള്ള സാധനം കേട്ടോ സ്ട്രോബെറിയുടെ വിത്ത്. ഇത് 2 രീതി ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ പഴുത്ത സ്ട്രോബെറിയിൽ നിന്ന് അതിൻ്റെ ആ തൊലി എത്തിയെടുത്തിട്ട് ആ തൊലിയുടെ പുറമെ കാണുന്ന കുരുകുര എന്നുള്ളതാണ് ഇതിൻ്റെ വിത്ത്. അങ്ങനെയും നടാം. അടുത്ത് നമ്മൾ ബീട്രൂട്ടാണ് പാകാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ക്യാരറ്റിൻ്റെ വിത്ത്. ഏകദേശം ജീരകം ചെറുതായി എങ്ങനെ ഇരിക്കണം അതേപോലെ ഉണ്ട്. നമുക്കിതിങ്ങനെ വിതറി കൊടുക്കാം. തണ്ണിമത്തൻ്റെ വിത്താണ്. അങ്ങനെ നമ്മൾ ട്രേയിൽ വിത്തുകളെല്ലാം പായിക്കഴിഞ്ഞു. ഇനി ഓരോ ട്രേയിലും ഭാഗ്യം അറിയാനായിട്ട് നമ്മൾ ടാഗ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ബീട്രൂട്ടാണ് ഈ കാണുന്നതിൽ ഏറ്റവും ആദ്യം മുളച്ചു വന്നത്. ഇതാണ് ബീട്രൂട്ട്, ഇത് തക്കാളി, ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി അങ്ങനെ പിടിച്ചിട്ടില്ല, അത് ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ വൻപയറാണ്. ഇത് ക്യാരറ്റ്, ഇത് വെള്ളരി, പിന്നെ ഇതും തക്കാളി, ഇത് വെളുത്തുള്ളിയാണ്. ഈ തക്കാളിയും വെളുത്തുള്ളിയും നമ്മൾ കറിക്കും എടുക്കണേ കൂട്ട് എടുത്ത് വെച്ചതാണ്. തക്കാളിയുടെ അരി നമ്മളെടുത്ത് ചുമ്മാ ഇട്ടതാണ്, അത് കിളുത്ത് വന്നതാണ്. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നടാനായിട്ട് കല്ലില്ലാത്ത ഇളകിയ മണ്ണാണ് നല്ലത്. ഇപ്പം നമ്മൾ നടുന്ന ബീട്രൂട്ടാണ്. 2 ബീട്രൂട്ടുകൾക്കിടയിൽ ഒരു 15 to 25 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇടുന്ന. ക്യാരറ്റിന് അത്രയും ഗ്യാപ്പ് ഇടേണ്ട കാര്യമില്ല, ഒരു 5 to 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാൽ മതിയാവും.
ഇപ്പോൾ നമ്മൾ നടാൻ പോകുന്നത് തക്കാളിക്കാണ്. 2 തരം തക്കാളി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ടിടത്തായിട്ട് നടാം. ഇത് തണ്ണിമത്തൻ. അപ്പോൾ നമ്മൾ വീടിനകത്ത് വെച്ച് മുളപ്പിച്ചെടുത്ത ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു. ആകെ ഇനി 1-2 ഐറ്റം മാത്രമേ മുളയ്ക്കാനായിട്ടുള്ളൂ. അത് കുറച്ച് വൈകി നട്ടുകൊണ്ടാണ്. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സവോളയാണ്. അത് നമ്മൾ പിന്നീട് നടുന്നതാണ്. ഇപ്പോൾ ഈ മുളച്ചതൊക്കെ തന്നെയാണെങ്കിലും ഏകദേശം 2-3 ആഴ്ച എടുത്ത് പലതും പല സമയത്താണ് മുളച്ച് വന്ന്. വീടിനകത്ത് വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.